ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ അഡീനിയം പ്ലാന്റ്സ് ഒന്ന് പ്രൂൺ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ഓരോ വർഷത്തിൽ പ്രൂൺ ചെയ്ത് കൊടുത്താലേ ഉള്ളൂ നമുക്ക് നന്നായിട്ട് പൂക്കൾ തരുള്ളൂ. അതായത് വേനൽക്കാലത്താണ് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പ്രൂണിങ്ങിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നല്ലൊരു ബ്ലേഡോ അല്ലെങ്കിൽ മൂർച്ചയുള്ള എന്തെങ്കിലും കത്തിയോ ഉണ്ടായിരിക്കണം. അത് നമ്മൾ സാനിറ്റൈസ് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ എടുക്കേണ്ടത്. എപ്പോഴും അണുവിമുക്തമാക്കിയിട്ട് മാത്രമേ നമ്മൾ അഡീനിയം പ്ലാന്റിൻ്റെ ഈ പ്ലാന്റ് ഒന്ന് കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫംഗസ് എന്തെങ്കിലും വന്നിട്ട് ഇതിൻ്റെ ഈ തണ്ട് ചീഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഇതിനെ അണുവിമുക്തമാക്കി എടുക്കുക. അല്ലെങ്കിൽ പുതിയ ബ്ലേഡോ എന്തെങ്കിലും ഉപയോഗിച്ചാലും മതി. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു അഡീനിയം പ്ലാന്റ് ഇതിന് മുന്നേ കഴിഞ്ഞ വർഷവും പ്രൂൺ ചെയ്തതാണ്. ഇതിലിപ്പോൾ പൂവൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞതാണ്. ഇതിന് മുന്നേ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്, പൂവ് ഇട്ടിട്ടുള്ള ഒരു മെറൂൺ കളറ് ഡബിൾ പെറ്റലുള്ള ഫ്ലവറാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോഴും ഇത് പ്രൂൺ ചെയ്തിട്ട് ഒറ്റൊരു കമ്പ് മാത്രമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നും കൂടി പ്രൂൺ ചെയ്യുന്നത്. ഇനി നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കറ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ കറ നന്നായിട്ട് ഒരു കോട്ടൺ വെച്ചിട്ട് തുടച്ച് മാറ്റണം. ഒരു 10-15 മിനിറ്റ് നേരം ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിൽ നിന്ന് കറ വരാനുണ്ട്. ആ കറ നമ്മുടെ ചെടിയിലായിട്ടുണ്ടെങ്കിൽ കമ്പിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് കേടുപാടുകൾ വരും ചെടിക്ക്. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഇതിലേക്കൊരു ഫംഗിസൈഡും കൂടി ചേർത്ത് കൊടുക്കണേ. ഈ കട്ട് ചെയ്ത ഭാഗത്ത് നമുക്ക് ഒരു ഫംഗിസൈഡ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ മുറിച്ച് മാറ്റിയ ഈ കമ്പില്ലേ, ഇത് നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിട്ടുള്ള ആ പ്ലാന്റ്സും ഇതേമാതിരി കമ്പ് മുറിച്ചിട്ട് നട്ടതാണ്. ഇങ്ങനെ പ്രൂൺ ചെയ്തെടുക്കുന്ന ഈ കമ്പ് നമുക്ക് നട്ടുപിടിപ്പിക്കാം. ഇങ്ങനെ ഇതിൽ സാഫ് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. സാഫ് ഇല്ലെങ്കിൽ നമുക്ക് മെഴുകുതിരി ഇതേമാതിരി തന്നെ ഉരുക്കിയിട്ട് ഒഴിച്ച് കൊടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ കറയൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സാഫ് തേച്ച് കൊടുക്കാം. സാഫ് കലക്കിയിട്ടും തേച്ച് കൊടുക്കാൻ ഞാൻ പൊടി മാത്രം ഇതാക്കിയിട്ട് തേച്ച് കൊടുക്കുന്നുള്ളൂ. കുറച്ച് വെള്ളമാക്കിയിട്ട് കലക്കി തേച്ചാലും മതി. സാഫില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ആയാൽ മതി. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മെഴുകുതിരി ഒഴിച്ച് കൊടുത്താലും മതി ഉരുക്കിയിട്ട്. ഈ ചെടി പെട്ടെന്ന് തന്നെ ഫംഗസൊക്കെ വന്നിട്ട് അഴുകി പോകാൻ ചാൻസ് ഉള്ള ചെടിയാണ്. അതുകൊണ്ടാണ് ഒരു ഫംഗിസൈഡ് നിർബന്ധമായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഇല്ലെങ്കിൽ ഇതിൽ കൂടി വെള്ളം ഇറങ്ങും. അതിന് വേണ്ടി അല്ലെങ്കിൽ മെഴുകുതിരി നമ്മൾ ഉരുക്കി ഒഴിച്ചാലും മതി. എന്നപ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ നനയ്ക്കുമ്പോൾ ഉള്ള വെള്ളമൊന്നും അതിലേക്ക് ആവില്ല. അപ്പോൾ നമ്മുടെ പ്രൂണിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ കഴിഞ്ഞ വർഷം ചെയ്തതാണ് ഈ ചെടി. ഇത് പ്രൂൺ ചെയ്തതിന് ശേഷം നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ നിറച്ച് പൂക്കളുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്. ഒക്കെ ചാനലിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിറച്ച് പൂക്കളുണ്ടായിട്ടുണ്ട്. ഇതിൽ ഞാൻ മെഴുകുതിരി ഉരുക്കി ഒഴിച്ച് കൊടുത്തതാണ്. സാഫ് തേച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് മെഴുകുതിരിയും കൂടി ഉരുക്കി ഒഴിച്ച് കൊടുത്തിരുന്നു. ഇനി ഇതൊരു വട്ടം കൂടി പൂക്കൾ വരാനുള്ള ചെറിയൊരു മൊട്ട് കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് പ്രൂൺ ചെയ്യുന്നതാണ്. ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ സ്റ്റെമ്മ് നമുക്ക് നട്ടുപിടിപ്പിക്കാം കേട്ടോ. ഇനി ഇത് വെറുതെ വെട്ടി ഒഴിവാക്കി കളയണ്ട. അതിൽ നിന്ന് നിറച്ച് നമുക്ക് പൂക്കളുണ്ടാവും. വേഗം തന്നെ ഇത് പിടിക്കുകയും ചെയ്യും വേര്. ഇതങ്ങനെ നമ്മൾ വേര് പിടിപ്പിച്ചിട്ടുള്ള ഈ ചെടിയാണിത്. കഴിഞ്ഞ വർഷം ചെടി വെട്ടിയിട്ട് പ്രൂണിങ് നടത്തിയ അതിൻ്റെ കമ്പാണ് ഇത്. ഇതിലിതാ 3 കമ്പ് നട്ടിട്ടുണ്ട്. ആ 3ഉം നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അതിൽ നിറയെ പൂക്കൾ ഈ വർഷം ഉണ്ടായിട്ടുമുണ്ട്. ഇനി നമുക്ക് പ്രൂൺ ചെയ്ത ഈ ചെടിയിലേക്ക് നമുക്ക് അതിൻ്റെ ചുവടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ അകത്തേക്ക് ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും കൂടി ചേർത്ത് വളമായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാലേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനൊരു
തെഴുപ്പും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. നമ്മളിങ്ങനെ പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മളിത് റീപോർട്ട് ചെയ്യാൻ നോക്കരുതേ, അപ്പം ചെടി വേഗം നശിച്ചു പോകും. അപ്പം നമുക്കിതിലേക്ക് ഈ വളവും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ നനച്ചു കൊടുത്താൽ മതി. ഒരാഴ്ച ഷെയ്ഡിലേക്ക് വെക്കുക. എന്നിട്ട് ഇപ്പോൾ ഇത് പ്രൂൺ ചെയ്തതിന് ശേഷം 4 ദിവസം നമ്മൾ ദിവസവും വെള്ളം ഒഴിച്ച് കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1.5 ഇടവിട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഈ ചെടിക്ക്. ഇതിലെ വെള്ളം കുറവാണോ എന്ന് നമ്മൾ മണ്ണ് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. മണ്ണ് നല്ല ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ വെള്ളം കൊടുത്താൽ മതി. വെള്ളം കൂടുതലായി പോകരുത്. എപ്പോഴും ഇതിൻ്റെ പോട്ടി മിക്സ് കൂടുതലും നമുക്ക് മണലാണ് നല്ലത്. അപ്പം ഇതിൻ്റെ ഈ കമ്പ് നടാൻ വേണ്ടിയിട്ട് കുറച്ച് പാറപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് മണലില്ലാത്തതുകൊണ്ട് പാറപ്പൊടി കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ആക്കിയിട്ടുള്ള പോട്ടി മിക്സാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ഈ കമ്പ് വെച്ച് കൊടുക്കാം, സാഫ് തേച്ചിട്ടുള്ള. ഇങ്ങനെ കമ്പ് നട്ടിട്ടുള്ള ഈ ചെടി നമ്മൾ നല്ല തണലിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതിനും അതേപോലെ തന്നെ മണ്ണ് ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. നമ്മൾ നട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലെ മണ്ണ് നന്നായിട്ട് തന്നെ ഈ മണൽ ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം, 1.5 ഇടവിട്ടിട്ട്. കൂടുതൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തോ വെള്ളം കൂടുതലായിട്ട് ഒഴിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അഴുകിപ്പോവേ. അത് നമ്മൾ നോക്കണം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതേപോലുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.